ഇപ്പോൾ ശ്രീ ജയൻ ചേരുന്നു. മുൻ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ് അദ്ദേഹം. ശ്രീ ജയൻ, വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നേരിടുന്നത്. ഈ മാസത്തെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഒപ്പം 9 വർഷമായി വിരമിച്ച ജീവനക്കാർ ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് പരാതി. ഇതെങ്ങനെയാണ് ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് സ്പോർട്സ് കൗൺസിൽ നീങ്ങിയത്? ഞാൻ 2022 മെയ്യിൽ, അതായത് ലാസ്റ്റ് മെയ്യിൽ റിട്ടയർ ചെയ്ത ആളാണ്. എന്നോടൊപ്പം 7 പേര് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ആനുകൂല്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോ അതിനു മുന്നേ 10ാം ശമ്പള കമ്മീഷന്റെ അരിയർ കിട്ടണം, 11ാം ശമ്പള കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ അതിന് മുന്നേ ഉള്ളവർക്ക് അരിയേഴ്സ് കിട്ടണം. അപ്പോൾ ഇതൊക്കെ അപ്പോ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും സ്പോർട്സ് കൗൺസിലിന്റെ, ഞങ്ങളുടെ അധികാരികളെന്ന് പറയുമ്പോൾ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയും പ്രസിഡന്റും ആണല്ലോ, അവരോട് സംസാരിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ കൈമലർത്തുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിട്ടുള്ളത്, നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ 2019 TP ദാസൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹം ഇറങ്ങുന്നവരെ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോച്ചസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും 5, 10, 20 പേര് റിട്ടയർ ചെയ്യുന്നില്ല. അവിടെ ഒരാൾ ചിലപ്പോൾ ഒരു വർഷം ഒരാൾ, ചിലപ്പോൾ 2 പേര്, ചിലപ്പോൾ ഒരു വർഷം ആളുണ്ടാവില്ല. ചിലപ്പോൾ ഈ വർഷം കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ആണ് 7 പേരുണ്ടെന്നത്. അപ്പൊ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് എന്താണ് ബുദ്ധിമുട്ട്? ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അവിടുത്തെ പേപ്പർ വർക്കൊക്കെ മുകളിലേക്ക് കൃത്യമായിട്ട് എത്തിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് നടക്കും. അപ്പൊ ഇത് സ്പോർട്സ് കൗൺസിൽ വീഴ്ചയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എനിക്ക് എന്റെ അനുഭവത്തില് പലപ്പോഴും അവിടുത്തെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്, ഇപ്പം നിലവിൽ ശ്രീ ജയൻ, ഇപ്പോൾ സർക്കാരല്ലേ അറിയിച്ചിരിക്കുന്നത്? സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു നൽകിയ കത്ത് സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് നൽകാൻ, ഈ തുക സ്പോർട്സ് കൗൺസിൽ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ല എന്ന് സർക്കാരല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടില്ല. അവരുടെ ഒരു വീഴ്ച ഇതിനെ കാണേണ്ടതുണ്ടോ? സ്പോർട്സ് കൗൺസിലിന് കൃത്യമായിട്ട് എന്തുകൊണ്ട് 2019 വരെ അത്ര ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? 2019 വരെ റിട്ടയർ ചെയ്ത ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അപ്പോഴും സർക്കാരിന്റെ സഹായത്തിലല്ലേ ഈ ആനുകൂല്യം നൽകിയിരുന്നത്? തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റ്? ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഏതാണ്ട് 50 ചുരുങ്ങും. ബാക്കിയുള്ള കോൺട്രാക്ട് കോച്ചസ് ആണ്. അവിടെ താങ്കൾ പറയുന്നത് ഈ സ്പോർട്സ് കൗൺസിലിന്റെ വീഴ്ച ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്പോർട്സ് കൗൺസിലിന് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? സ്പോർട്സ് കൗൺസിലിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ റിട്ടയർ ചെയ്യുന്ന ആളിനും അവർക്ക് ഇത്ര ആനുകൂല്യം വേണമെന്ന് പറഞ്ഞ് മോഡിക്ക് അതിനുള്ള അറിയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അറിയിക്കുന്നുള്ളതായിരിക്കാം. അല്ലാതെ 11ാം ശമ്പള കമ്മീഷൻ എല്ലാവർക്കും അംഗീകരിച്ചു. എന്തുകൊണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ ജീവനക്കാർക്ക് അംഗീകരിച്ചിട്ടില്ല? 10ാം ശമ്പള കമ്മീഷന്റെ അരിയർ ഇതുവരെയും കിട്ടിയിട്ടില്ല കോച്ചസിന്. ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി കേരളത്തിലെ എല്ലാ പെൻഷനേഴ്സും അവിടെ ഒരു ദിവസം സമരം നടത്തി. എല്ലാവരും 92 വയസ്സ് വരെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തു. അവിടെ പറഞ്ഞു അവരുടെ പേരൻസ് അവരുടെ മക്കളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഇരുന്ന് എണീറ്റ് നടക്കാൻ വയ്യാത്തവരെ അവിടെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇത് നടന്നില്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. അതിനെവിടെയാണ് അതിന്റെ പോംവഴി എന്നുള്ള കണ്ടെത്തണം. ഇപ്പൊ മിനിസ്റ്ററുണ്ട്, സ്പോർട്സ് മിനിസ്റ്ററോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൗൺസിലിലെ പെൻഷനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും അതുപോലെ കോച്ചസിന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമല്ല നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി ശ്രീ ജയൻ, അത് ഈ ഒരു തുക അനുവദിക്കുന്നതിന് യാതൊരു കാരണവും പറയുന്നില്ല, അനുവദിക്കുന്നില്ല എന്നതിന് യാതൊരു കാരണവും പറയുന്നില്ല. 2014 മുതൽ 22 വരെയുള്ള കാലയളവിൽ വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് 6,80,74,725 രൂപയാണ് അധിക തുകയായി ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന് അറിയിക്കുന്നു. ഇതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ നൽകാൻ തുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ നൽകാൻ കഴിയില്ല എന്നാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഉറപ്പിക്കേണ്ടത്, അല്ലേ? സ്പോർട്സ് കൗൺസിലില് ഇപ്പോ ഈ അടുത്ത സമയങ്ങളിലായിട്ട് ഇപ്പോഴാണ് ഈ ശമ്പളത്തിനും പെൻഷനും ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായത്. അതെന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഇന്ന് വരെ ഞങ്ങൾക്കാർക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഈ വിരമിച്ചവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല എന്ന് ഗവൺമെന്റ് പറയാൻ കഴിയില്ലല്ലോ. അവിടെ എന്താണ് ഇതിന്റെ പ്രശ്നം? അതുകൂടെ ബോധ്യപ്പെടുത്തണ്ടേ, എവിടെയാണ് പ്രശ്നം? ആ പ്രശ്നം എന്താണ് എന്ന് സർക്കാരും ബോധിപ്പിക്കുന്നില്ല ശ്രീ ജയൻ. അതെ, സർക്കാർ ബോധിപ്പിക്കണമല്ലോ. അതിനാണല്ലോ വകുപ്പ് മന്ത്രി ഉള്ളത്. വകുപ്പ് മന്ത്രിയുണ്ട്, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഉണ്ട്. അത് ഒന്ന് മനസ്സിലാക്കേണ്ട, ഒരു സ്പോർട്സ് കൗൺസിലിൽ ഒരു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 4-5 സെക്രട്ടറിമാർ മാറിപ്പോകുന്നു. ഒരു സെക്രട്ടറി ഒരു 6 മാസം അല്ലെങ്കിൽ 5 മാസം ഇരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന പ്രസിഡന്റുമാരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ സെക്രട്ടറിമാരെ കൊണ്ടിരിക്കും. അപ്പോൾ ജീവനക്കാരുടെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അവരെ ആവശ്യമിട്ട് അത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കും. അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വന്നിട്ടുണ്ട്.
അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോടെല്ലാം കഴിവുറ്റവരാക്കുമെന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഇനിയിപ്പോ ഇത് നടന്നില്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകും. ഞങ്ങൾ ആദ്യം ഒരു സൂചനാ പണിമുടക്ക് നടത്തി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് ഒരു റിലേ സത്യാഗ്രഹം പോലുള്ള സമര പരിപാടിയിലേക്ക് ഞങ്ങൾ പെൻഷനേഴ്സ് പോകും. ഈ 80-90 വയസ്സായ ആൾക്കാരെ സ്പോർട്സ് കൗൺസിലിന്റെ മുന്നിൽ കൊണ്ടിരുത്തി സമരം നടത്തുവാനുള്ള ഒരു തീരുമാനം സ്പോർട്സ് കൗൺസിൽ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ പ്രശ്നങ്ങളെത്തി അടിയന്തരമായിട്ട് ഈ ജീവനക്കാരെ ആനുകൂല്യം അനുവദിച്ചു തരുന്നത് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ ജയൻ, ഇപ്പോൾ താങ്കളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? താങ്കൾക്ക് എത്രമാത്രം ആനുകൂല്യം, താങ്കൾക്ക് അത് പറയാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം എത്രമാത്രം ആനുകൂല്യം ലഭിക്കാനുണ്ട്? താങ്കളുടെ കാര്യത്തിൽ എന്താണ് കേസ്? അതെ, എനിക്ക് റിട്ടയർ ചെയ്തിട്ട് ഒരു ജീവനക്കാരന് കിട്ടേണ്ട ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്റെ PF എടുത്തിട്ട് വന്നു എന്നുള്ളതല്ല, PF സറണ്ടറും കിട്ടിയെന്നുള്ളതല്ലാതെ DCRG അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു റിട്ടയർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കുട്ടികളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, വീട്ടിലെ പേരൻസ് ഉണ്ടാവും, പല കാര്യങ്ങളും നമ്മൾക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരു ജീവനക്കാരനുണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. നിരന്തരം ഞങ്ങളുടെ പെൻഷനേഴ്സ് ഗ്രൂപ്പിൽ നിരന്തരം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കോച്ചസ് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ മുകൾ തട്ടിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടായില്ലെങ്കിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടനെ തന്നെ അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും തീരുമാനിച്ച് പിന്നെ ഒരു സമര പരിപാടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അല്ല, ഈ ഒരു സമരത്തിന് സ്പോർട്സ് കൗൺസിലും മുന്നിൽ നിൽക്കേണ്ടതല്ലേ നിങ്ങളോടൊപ്പം? കാരണം സർക്കാരാണ് ഇപ്പോൾ ഈ തുക അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗം എന്താണ്? അവരുടെ വിശദീകരണം ഈ കാര്യത്തിൽ എന്താണ്? സ്പോർട്സ് കൗൺസിലിനോട് ഈ കാര്യം പറയുമ്പോൾ ഇപ്പം നിലവിലെ മുന്നിലിരുന്ന പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പിന്നെ പുതിയ പ്രസിഡന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മുൻപിരുന്ന പ്രസിഡന്റിനോട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പെൻഷനേഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്, അവിടെ യൂണിയൻ ഉണ്ട്, കോച്ചസ് യൂണിയൻ ഉണ്ട്, കോച്ചസ് അസോസിയേഷൻ, പല സംഘടനകളുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം ക്യാഷ് മുകളിൽ നിന്ന് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ലല്ലോ. ഇപ്പോ ഈ ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ റിട്ടയർ ചെയ്യുന്ന ഇതാണ് അനുഭവം. അല്ല, ക്യാഷ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഉദാഹരണം, അതിനുള്ള വ്യക്തതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കത്ത്. ഈ തുക അനുവദിക്കാനാവില്ല എന്ന് കത്ത് നൽകിയിരിക്കുകയല്ലേ സർക്കാർ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കത്ത് ഇറക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ അറിയാൻ കഴിയുന്നില്ല. ഞങ്ങൾക്കും അക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ സർക്കാരിന്. ജീവനക്കാര് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരാളുടെ ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് സ്പോർട്സ് കൗൺസിലിന് മാത്രം അത് പറ്റില്ല എന്ന് പറയാൻ എന്താണ് കാരണം? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അത് ബോധ്യപ്പെടുത്തട്ടെ. ഇക്കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ, സർക്കാരും ഉത്തരവാദികളല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന്റെ സാമ്പത്തികപരമായിട്ട് സർക്കാർ പൈസ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ അത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുകൾ തട്ടിലേക്ക് നേരത്തെ തന്നെ മുൻപ് 2019 മുമ്പ് ഉണ്ടായതുപോലെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുകളിലേക്ക് അയച്ചിട്ടാണോ, അവർ അയച്ചിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പൈസ ചോദിച്ച് വാങ്ങേണ്ട ഒരു കാര്യം കൗൺസിൽ ഉണ്ടല്ലോ, അവരത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. ശ്രീ ജയൻ, എങ്ങനെയായിരുന്നു 2019 കാര്യം താങ്കൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു? അതിനു മുമ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ വളരെ ക്രമത്തോടെ നടന്നു വന്നത്? എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നടന്നത് ശ്രീ TP ദാസൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു മാസം പോലും സാലറി നമുക്ക് ഡിലേ ആയിട്ടില്ല. അതുപോലെ പെൻഷൻ ആകുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അവിടെ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നും ഈ 10 ശമ്പള കമ്മീഷനൊക്കെ കുറച്ച് അരിയസൊക്കെ കിട്ടേണ്ടത്, അതൊഴിച്ചാൽ ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ആ സമയത്ത് കിട്ടിയിരുന്നു. എന്നാൽ അതിനുശേഷം റിട്ടയർ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് ഇപ്പൊ കോടതിയിൽ പോയി ഒരു കേസൊക്കെ നടത്തി കോടതിയിൽ പോയ പേരിൽ അവർക്ക് DCRG എന്ന് പറയുന്ന കുറച്ച് ക്യാഷ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കും ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല. 2019-20 റിട്ടയർ ചെയ്ത 7 പേർക്ക് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതിന് മുന്നേ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പലതുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. ഇതെല്ലാം പെൻഡിങ്ങിലാണ്. ഏതാണ്ട് 10 കോടി രൂപയിൽ അടുപ്പിച്ച് ഉള്ള ആനുകൂല്യം കിട്ടിയാൽ മാത്രമേ ഈ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ അത് പിന്നെ അനുവദിച്ച് തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങൾ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു ദിവസത്തെ സൂചന സമരം ഞങ്ങൾ നടത്തിയതും അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇത് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനത്തെ തന്നെ, നിലവിലുള്ള പ്രവർത്തനത്തെ തന്നെ ഇത് ബാധിക്കുക? സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ജില്ലാ സ്പോർട്സ് ഓഫീസറായിട്ടിരുന്ന ആളാണ്. അപ്പോ പല ഹോസ്റ്റലുകളിലും സാമ്പത്തികം കുട്ടികൾക്ക് ആഹാരം മുടങ്ങുന്നില്ല. പക്ഷെ സാമ്പത്തികം കിട്ടാത്തതിന്റെ പേരിലുള്ള അത് ഹോസ്റ്റൽ നടത്തിപ്പുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇത്തരം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അവിടെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ശരിക്കും പറയുന്നെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. അതൊക്കെ കഴിവുറ്റവരാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കാത്തത്, കിട്ടാത്തത്, ആ മേഖലയിലേക്ക് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടേണ്ട സമയത്തും
മറ്റ് പല സമയങ്ങളും നമ്മൾ ഗവൺമെന്റുമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൗൺസിലുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ യാതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ശ്രീ ജയൻ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ വിമുഖത കാണിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് കൃത്യമായി കാര്യങ്ങൾ സർക്കാരിലേക്ക് അല്ലെങ്കിൽ എഴുത്തുകുത്തുകളൊക്കെ കത്തിടപാടുകൾ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളൊക്കെ ചെയ്താൽ ഇതൊക്കെ ശരിയാകുമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷെ സർക്കാർ വ്യക്തമായി അറിയിക്കുകയാണ് ഈ തുക അനുവദിക്കാനാവില്ല എന്ന്. ഇത് സർക്കാർ എന്തിനാണ് ഈ മനോഭാവം സ്പോർട്സ് കൗൺസിലിനോട് തുടരുന്നത്? അറിയില്ല. കാരണം മുൻകാലങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടക്കാതെ 19 വരെ നടക്കാതെ അതിനുശേഷം നടന്നപ്പോൾ കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുകൾ തട്ടിലേക്ക് എത്തിക്കാൻ താമസത് കൊണ്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും വിമുഖത കാണിച്ചത് കൊണ്ടാകാം. അങ്ങനെ നമുക്ക് സംശയിക്കാം. അല്ലെങ്കിൽ ഇത്രയും കുടിശ്ശിക വരാൻ സാധ്യതയില്ലല്ലോ. ഇത്രയും വലിയൊരു കുടിശ്ശിക ഇനിയിപ്പോ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ പൈസ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരുപാട് ക്യാഷ് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അപ്പൊ അത് സ്പോർട്സ് കൗൺസിലിന്റെ വീഴ്ച ആയിരിക്കാം. അത് പരിശോധിക്കേണ്ട ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് പരിശോധിക്കണം സ്പോർട്സ് കൗൺസിൽ വീഴ്ചയാണോ, അത് പരിശോധിക്കാമല്ലോ. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇനി അത് ഉണ്ടാകാതിരിക്കാനും നിലവിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ ജയൻ.